നമസ്കാരം. M4 ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂട്ടറിൽ നിന്നും വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി. ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയത് 1 മണിക്കൂറോളം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ ഓണസദ്യ രുചിയുടെ വിസ്മയമായി. തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളം. ഓണനാളുകളിലേക്ക് മെഴി തുറന്ന് തൃശൂർ. ആഘോഷങ്ങൾക്ക് കൊടിയേറി. ആമ്പല്ലൂർ സെന്ററിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 38ാം യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും നടത്തി. വാർത്തകൾ വിശദമായി അറിയാം. സ്കൂട്ടറിൽ നിന്നും വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി. ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കയ്പമംഗലം സ്വദേശി കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 11:45 തൃശൂർ 3 പീടിക തെക്കേ ബസാറിനോടടുത്ത് വെച്ച് ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം ഐശ്വര്യയും ഭർത്തൃപിതാവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടിയായിരുന്നു അപകടം. സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടറിൽ ഐശ്വര്യയ്ക്കൊപ്പമുണ്ടായിരുന്ന ഭർത്തൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയത് 1 മണിക്കൂറോളം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. പുലർച്ചെ 3:30 അപകടമുണ്ടായത്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് മുകളിലാണ് അപകടം. തമിഴ്നാട് മേട്ടുപാളയത്തിൽ നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാനിന്റെ പിറകുവശത്തെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ജാക്കിയെടുക്കുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം പിറകിലൂടെ ഇടിച്ചു കയറിയത്. നാഗപട്ടണത്തു നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിറകിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പീച്ചി പോലീസും ഹൈവേ റിക്കവറി വിഭാഗത്തിന്റെ ക്രെയിനും എത്തി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ ഓണസദ്യ രുചിയുടെ വിസ്മയമായി. 399 വിഭവങ്ങളാണ് മെഗാ ഓണസദ്യയിൽ വിളമ്പിയത്. ക്രൈസ്റ്റ് കോളേജിലെ ബികോം ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ഓണസദ്യ ഒരുക്കിയത്. ED ടൈസൺ MLA വാഴയിലയിൽ ചോറും മറ്റു വിഭവങ്ങളും വിളമ്പി മെഗാ ഓണസദ്യ ഉദ്ഘാടനം ചെയ്തു. 2016 അൽ നിഷാൽ എന്ന അധ്യാപകനാണ് മെഗാ ഓണസദ്യ എന്ന ആശയത്തിന് തുടക്കമിട്ടത്. 2016, 17, 22, 23 എന്നീ വർഷങ്ങളിലെല്ലാം മെഗാ സദ്യ ഒരുക്കി. 2022 ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. 2023 മെഗാ സദ്യയിൽ സ്വാദിഷ്ടമായ 321 വിഭവങ്ങളാണ് ഒരുക്കിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വിഭവങ്ങൾ വീടുകളിൽ തയ്യാറാക്കിയത്. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചാണ് ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകുന്നത്. ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായ അവിൻ അമ്പി രുചിച്ചു നോക്കി എണ്ണം തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറി. വീഡിയോകളും ഇത്തര രേഖകളും പരിശോധന നടത്തി ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും. വിവിധ ഇനം പായസങ്ങൾ, അച്ചാറുകൾ, ചമ്മന്തികൾ, വറവുകൾ, മധുരപലഹാരങ്ങൾ, പ്രധാന കറികൾ, സൈഡ് കറികൾ, സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ ഓണസദ്യയുടെ ആകർഷണമായിരുന്നു. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി 1000 പേർക്കാണ് ഓണസദ്യ വിളമ്പിയത്. തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളം. ഓണനാളുകളിലേക്ക് മിഴി തുറന്ന് തൃശൂർ. ആഘോഷങ്ങൾക്ക് കൊടിയേറി.
അത്തം പിറന്നതോടെ ഓണനാളുകളിലേക്ക് മിഴി തുറന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലും ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വടക്കുനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളം ഒരുക്കി. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മേയർ MK വർഗീസ് കൊടിയുയർത്തി. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അത്തപ്പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 3 മണിക്കാണ് അത്തപ്പൂക്കളമിടൽ ആരംഭിച്ചത്. 60 അടി വ്യാസത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പൂക്കളത്തിൽ 1500 കിലോയോളം പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊടിയേറ്റത്തിനു ശേഷം ഭിന്നശേഷിക്കാരുടെ മേളവുമുണ്ടായി. മേളത്തിനൊപ്പം മേയറും ചുവടുവെച്ചു. ആമ്പല്ലൂർ സെന്ററിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുക, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, സമാന്തര ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുക, ആമ്പല്ലൂരിലുണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക, കേന്ദ്ര സർക്കാരിന്റെയും സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും നിരുത്തരവാദിത്ത നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പല്ലൂർ സെന്ററിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KG ഡിക്സൺ, CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, DYFI കൊടകര ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, AV ചന്ദ്രൻ, CM ബബീഷ്, PK വിനോദ് എന്നിവർ സംസാരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 38ാം യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും ചാലക്കുടി ഡ്രീം പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. AD വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിന് TCC നോയിൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് KM നിരൂപ് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി OG ജിഷു മുഖ്യപ്രഭാഷണം നടത്തി. IG വിജു പ്രവർത്തന റിപ്പോർട്ടും KL ജോർജ് കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ PG ബാബു, VA പൗലോസ്, KA സത്യൻ, CS വിപിൻ, PR പ്രസാദ്, ഡിജോ ജോസ് എന്നിവർ സംസാരിച്ചു. SSLC അവാർഡ് ദാനവും വിവിധ ഇലക്ട്രിക് കമ്പനികളുടെ എക്സിബിഷനും ഉണ്ടായിരുന്നു. യോഗത്തിന് KK സന്തോഷ് നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കൂടി. ഗ്രാമിന് 9355 രൂപ, പവന് 74,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂട്ടറിൽ നിന്നും വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി. ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയത് 1 മണിക്കൂറോളം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ ഓണസദ്യ രുചിയുടെ വിസ്മയമായി. തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളം. ഓണനാളുകളിലേക്ക് മിഴി തുറന്ന് തൃശൂർ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ആമ്പല്ലൂർ സെന്ററിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു.
കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 38ാം യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.